കണ്ണൂരിൽ നിന്ന് വരുന്നൊരു വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. പാനൂർ തൂവക്കുന്നിൽ 9 വയസ്സുകാരൻ കിണറ്റിൽ വീണ് ദാരുണാന്ത്യം. മുഹമ്മദ് ഫസലാണ് മരിച്ചത്. കൂട്ടുകാരോടൊപ്പം കളിക്കുന്നതിനിടെ നായയെ കണ്ട് പേടിച്ചോടുമ്പോഴാണ് കുട്ടി കിണറ്റിൽ വീണത്. അർജുൻ കല്യാടുണ്ട് വിശദാംശങ്ങൾ. അർജുൻ, എന്താണ് സംഭവിച്ചത്? വിനീത, കണ്ണൂർ പാനൂരിലാണ് ഈ സംഭവം നടന്നത്. തെരുവ് നായയെ കണ്ട് ഭയന്നോടിയ 9 വയസ്സുകാരനാണ് കിണറ്റിൽ വീണ് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. കൂട്ടുകാരോടൊപ്പം കളിക്കുന്നതിനിടെ തെരുവ് നായ എത്തുകയും അത് കണ്ട് ഈ കൂട്ടുകാരും ഫസൽ ഉൾപ്പെടെയുള്ളവരും ചിതറി ഓടുകയായിരുന്നു. അതിനിടയിലാണ് ഈ ഫസൽ തൊട്ടടുത്തുള്ള ആൾമറയില്ലാത്ത ഒരു കിണറ്റിലേക്ക് വീഴുന്നത്. എന്നാൽ ഈ കാര്യം മറ്റു കൂട്ടുകാരും തന്നെ അറിഞ്ഞിരുന്നില്ല. ഫസൽ കിണറിൽ ഇങ്ങനെ വീണിട്ടുണ്ട് എന്നുള്ള കാര്യം ആരും തന്നെ അറിഞ്ഞിരുന്നില്ല. അല്പസമയത്തിന് ശേഷം ഫസലിനെ കാണാതായതോടുകൂടിയാണ് ഈ കൂട്ടുകാരും അതുപോലെ തന്നെ വീട്ടുകാരും എല്ലാം ചേർന്ന് തിരച്ചിൽ നടത്തിയത്. പക്ഷേ ആ പരിസര പ്രദേശമൊന്നും തന്നെ ഈ ഫസലിനെ കാണാതായതോടുകൂടിയാണ് പിന്നീട് പോലീസിൽ വിവരമറിയിക്കുകയും അങ്ങനെ പോലീസും നാട്ടുകാരും എല്ലാം ചേർന്ന് നടത്തിയ തിരച്ചിലിലാണ് സമീപ പ്രദേശത്തുള്ള ഒരു കിണറിൽ ഈ ഫസലിനെ കാണാൻ വേണ്ടി കഴിഞ്ഞത്. വൈകുന്നേരം 5 മണിയോടുകൂടി ഈ കിണറ്റിൽ വീണ കുട്ടിയെ കണ്ടെത്തുന്നത് 8 മണിയോടുകൂടിയാണ്. അത്രയും നേരം ഈ കുട്ടി ആ കിണറ്റിൽ കഴിയുകയായിരുന്നു. അല്ലെങ്കിൽ അത്രയും വലിയ ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ഈ കുട്ടിയുടെ മൃതദേഹം തലശ്ശേരി ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം നാളെയാണ് സംസ്കാരം നടത്തുക എന്നുള്ളത് കൂടി അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. സമീപ പ്രദേശത്ത് തെരുവുനായയുടെ ശല്യം രൂക്ഷമായ രീതിയിലുണ്ട് എന്നുള്ള കാര്യങ്ങൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും നാട്ടുകാരുൾപ്പെടെ നമ്മൾ ബന്ധപ്പെടുന്ന ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒരു ദാരുണമായ അന്ത്യമാണ് സംഭവിച്ചിരിക്കുന്നത്. 9 വയസ്സുകാരനാണ് തെരുവുനായയെ കണ്ട് ഭയന്നോടുന്നതിനിടയിൽ കിണറ്റിൽ വീണ് മരണപ്പെട്ടിരിക്കുന്നത്. വിനീത. ശരി, അർജുൻ കല്യാടാണ് വിശദാംശങ്ങൾ നൽകിയത്.